ചായ റെഡിയാക്കി കേട്ടോ. ഇതും കൂടി കുടിച്ചിട്ട് ഇപ്പോൾ ഇൻലെറ്റെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇനിയിപ്പോൾ എല്ലാം ഒന്നും കൂടി ചെക്ക് ചെയ്യണം, റീചെക്ക് ചെയ്യണം. കുടിച്ചിട്ട് പയ്യപ്പോൾ ഫ്രൂട്ട്സ് പോയി ഒന്ന് മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് സെറ്റാണ്. അത് എന്നോട് അത് കുഴപ്പമില്ല കേട്ടോ, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്നുമില്ല കേട്ടോ. 1 മണിക്കൂറിലൊക്കെ കണ്ട 10 പിപ്പൊക്കെ 6 പിപ്പ് എന്ത് വേറെ. അടുത്ത ഇതിൽ ഉണ്ടാ 20 പിപ്പ് തികച്ചില്ല. തലവേദന കേസല്ലാതെ ഒരു ഉപയോഗമില്ല. ലെവലിൽ കുഴപ്പമില്ലാതെ പോകണുണ്ടോ, അതിൽ ഇനി ഒന്നും ചെയ്യാനില്ല. ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ഓക്കെ, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങാണ്. ബാക്കി എല്ലാം സെറ്റാണ് കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും അടിച്ച് പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ പോയി ഇനി എന്ത് എപ്പോഴുള്ള പോലെ തന്നെ പോയി ചെടി നോക്കുക. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല ഗൈസ്, കണ്ടല്ലോ. കുഴപ്പമില്ല കേട്ടോ. പിന്നെ താഴെ നിന്ന് പൊടിച്ചു പറഞ്ഞു, ക്ലീൻ ആക്കിയതായിരുന്നു. അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പോയി മൊബൈലൊക്കെ ചാർജ് ഇട്ടു, അതൊക്കെ തന്നെ. വേറെ പരിപാടി എന്തില്ലേ, വേറെ ഒന്നുമില്ല. ഉണ്ടാക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. റെഡിയാക്കി ഇനി ഇത് കഴിക്കണം. ഡ്യൂട്ടി കയറുന്ന സമയം കേട്ടോ. കുളിച്ച് റെഡി സെറ്റായി പോണ്. സൺസെറ്റ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പോയി ഒന്ന് അനാലിസിസ് ചെയ്തതിനു ശേഷം കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത്, കാരണം ടൈം അപ്പോഴേ ആവുമോ, അതനുസരിച്ച് പോയി എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്തുള്ള ഒരു മൂവ്മെന്റ് എന്നാ ഉള്ളു എന്ന് തോന്നാം. കാരണം ഈ സമയത്ത് ബിറ്റ്കോയിൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നോക്കട്ടെ, ചെക്ക് ചെയ്തിട്ട്. കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ക്ലീനിങ് എല്ലാം നടന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയും കുഴപ്പമില്ല, ഓക്കെ ആണ് ഇവിടെ. ദിവസത്തിൽ വലിയ പ്രത്യേകത ഉണ്ടോന്ന് വെച്ചാൽ ഒന്നുമില്ല. എന്തൊരു ഉറക്കം എണീറ്റ് ഡ്യൂട്ടി, പിന്നെ രാത്രി ചെറിയ ഫുഡായിട്ട് കഴിച്ച്, ഒന്നുമില്ല. ട്രേഡ് എടുക്കാൻ ട്രേഡ് ഇല്ലായിരുന്നു, കൊള്ളൂലായിരുന്നു. മാർക്കറ്റ് ഒട്ടും മൂവ്മെന്റ് ഇല്ല, സൈഡ് വൈസ്. അതും 1 മണിക്കൂറിൽ 20 പിപ്പ്. അയ്യോ, അത്രയ്ക്കുള്ള മൂവ്മെന്റ്. 20 പിപ്പ് മേളിലോട്ട്, 20 പിപ്പ് താഴോട്ട്. എന്തിരിക്കുന്ന അതിലൊന്നുമില്ല. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ മീറ്റർ ഉണ്ട്. അതിൽ ഇൻലെറ്റ് മീറ്റർ കംപ്ലൈന്റ് ആയി ഇന്നലെ. അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് തൊട്ട് കറക്റ്റ് ഷോ ആവാനില്ല, എല്ലാം റീസെറ്റ് പോയി. അടുത്ത് പിന്നെ അതിൻ്റെ അളവ് കാണിക്കുന്നത് ഭയങ്കര തെറ്റ്, 0 അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും, പട്ടായി പോണത്. അപ്പം അതും ഇൻഫോം ചെയ്ത് എല്ലാം സെറ്റാകും. അപ്പം ബാക്കി ഔട്ട്ലെറ്റും ഇലക്ട്രിക് മീറ്ററിൻ്റെ ഫോട്ടോ എടുത്ത് എല്ലാം എഴുതി സെറ്റാകട്ടെ. വേറെ പരിപാടി ഒന്നുമില്ല, അത് തന്നെ. ബാക്കി എഞ്ചിനീയർ വന്നായിരുന്നു കേട്ടോ. എഞ്ചിനീയർ ഇന്നലെ എന്തോ ഇന്ന് രാവിലെ മെസ്സേജ് ഇട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ റെഡിയാക്കാം. FCV എന്ന് പറഞ്ഞ ഒരു സാധനം ഇൻഫോം ചെയ്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇനി ബാക്കിയെല്ലാം സെറ്റാണ്. ബാക്കി ഇനി നാളാണ് ട്രേഡ് എടുക്കേണ്ടത്, തിങ്കളാഴ്ചയാണ്. ഓക്കെയാണ്. ഞാൻ ബാക്കി പോയി എല്ലാം നോക്കട്ടെ. എനിക്ക് തോന്നുന്നത് FCV കംപ്ലൈന്റ് ആയതുകൊണ്ട് താനെ റീസ്റ്റാർട്ട് ആവണേന്ന് തോന്നുന്നു. ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇൻലെറ്റ് റീസെറ്റാ, ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇൻലെറ്റ് റീസെറ്റാ. മനസ്സിലായ? അപ്പൊ കറക്റ്റ് അല്ലേ വരണത്. ഇനി അതെടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് അടുത്തപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് ബാക്കി മറ്റതൊക്കെ നോക്കി എടുക്കട്ടെ. ഔട്ട്ലെറ്റിൻ്റെയും ആ പരിപാടി നോക്കട്ടെ. ഔട്ട്ലെറ്റ് 2 ഇലക്ട്രിക് മീറ്ററിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി ഇലക്ട്രിക് മീറ്ററിന്റെ ഫോട്ടോ എടുത്താൽ കേട്ടോ. ബാക്കി സെറ്റാണ്. റീഡിങ് എല്ലാം എഴുതി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ മാസത്തിന്റെ അവസാനമായി, 31ആയി. ഓവർ മനസ്സിലായില്ല? അതാണ്. ഇനി അടുത്തുള്ള പരിപാടി എന്തൊരു ഇതെല്ലാം സെറ്റാണ്. ഇനി അടുത്തുള്ള എഡിറ്റിങ്, റീഡിങ് എഴുതാനുള്ള അഡ്ജസ്റ്റ്മെന്റ്, അത് ടൈം അനുസരിച്ച് അങ്ങ് ചെയ്യുക. അത് തന്നെ. പിന്നെ ഒരു ലെവലും കൂടി നോക്കാറുണ്ട്, അതും കൂടി നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.